വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഭാഗങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റിയെങ്കിലും എമ്പുരാൻ വിവാദം പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല. എമ്പുരാന് നേരെയുള്ള ആക്രമണം പാർലമെന്റിലടക്കം എത്തിയിരിക്കുകയാണ്. സിനിമയ്ക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾക്കപ്പുറം മോഹൻലാലിനും പൃഥ്വിരാജിനും കുടുംബത്തിനും മുരളി ഗോപിക്കുമെല്ലാം ഞെട്ടിക്കുന്ന സൈബർ ആക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. മോഹൻലാലിന് ഒന്നും അറിയില്ലെന്നും അദ്ദേഹം റിലീസിന് മുമ്പ് സിനിമ കണ്ടിട്ടില്ലെന്നുമാണ് അടുത്ത സുഹൃത്തു കൂടിയായ സംവിധായകൻ മേജർ രവി അവകാശപ്പെടുന്നത്. എന്നാൽ മോഹൻലാലിന് എല്ലാം അറിയാമെന്ന് വ്യക്തമാക്കി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെ രംഗത്തെത്തി. മോഹൻലാലിന് ഒന്നും അറിയില്ലെങ്കിൽ അദ്ദേഹം വെറും ഡമ്മി മാത്രമാണെന്ന് സംവിധായകൻ ആലപ്പി അഷ്റഫ് തുറന്നടിച്ചു. തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ പേരിൽ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഈ സമയം തനിക്കും ചില സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത്. എമ്പുരാൻ റിലീസ് ദിവസം ആദ്യത്തെ ഷോ തന്നെ കണ്ടു. ലൂസിഫർ പോലെ അത്ര സുഖകരമല്ലായിരുന്നു എമ്പുരാൻ. നിരൂപണങ്ങളും അത്ര അനുകൂലമല്ല. മോഹൻലാൽ ഫാൻസും അത്ര തൃപ്തരായിരുന്നില്ല. 2 ദിവസം പിന്നിട്ടപ്പോൾ നിരൂപണത്തിന്റെ ദിശ മാറി. അവിടെ രാഷ്ട്രീയവും മതവും കടന്നു വന്ന് ഒപ്പം വ്യക്തിവൈരാഗ്യങ്ങളും. എല്ലാ രാഷ്ട്രീയ നേതാക്കളും യോജിപ്പും വിയോജിപ്പും രേഖപ്പെടുത്തിയ ആദ്യ ചിത്രമെന്നത് എമ്പുരാന് സ്വന്തം. ഒരു വിഭാഗം പറയുന്നത് ഇതൊരു ചരിത്ര സത്യമാണെന്ന്, മറ്റൊരു വിഭാഗം പറയുന്നത് ഇതൊരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് നിർമ്മിച്ച ചിത്രമാണെന്ന്. കേന്ദ്ര സർക്കാരാണ് സെൻസർ ബോർഡ് അംഗങ്ങളെ നിയമിക്കുന്നത്. ഞാനും സെൻസർ ബോർഡ് അംഗമായി ഇരുന്നിട്ടുണ്ട്. ഈ പടത്തിന് വേണ്ടി സെൻസർ ബോർഡ് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോഹൻലാൽ എന്ന നടന് വേണ്ടി മാത്രമായിരിക്കും. സെൻസർ ചെയ്തപ്പോൾ എടുത്ത തീരുമാനം ഇങ്ങനെയാകുമെന്ന് അവർ ചിന്തിച്ചിട്ട് പോലും കാണില്ല. അല്ലെങ്കിൽ അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൊടുത്ത അനുവാദമായിരിക്കാം. എമ്പുരാന്റെ കഥാകൃത്തായ മുരളി ഗോപി പണ്ട് ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി എമ്പുരാനെ കുറിച്ച് പറയുന്നു. രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിന്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത്. ഈ അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നു, ഈ ചിത്രത്തിൽ കോൺഗ്രസിനെയും വിമർശിക്കുന്നുണ്ടെന്ന്. അതിൽ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നതും ഇത് തന്നെ. സംഘപരിവാറിന് ചരിത്രത്തെക്കുറിച്ച് അറിവില്ല. ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് ശീലം. എമ്പുരാനിലെ കലാപകാരികൾ BJP-ക്കാരാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞുവെന്ന് K സുധാകരനും പറഞ്ഞു. തങ്ങൾ പറഞ്ഞിട്ടല്ല സീനുകൾ ഒഴിവാക്കുന്നത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാദം.